നമസ്കാരം. ട്രാവൽ വിത്ത് ഷിപ്പ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത്. ആദ്യമായിട്ടാണ് ഒരു ചാനൽ തുടങ്ങി അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്, അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പോരായ്മകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് എന്താ പറയുക, നിങ്ങളുടെ കമൻസ് എൻ്റെ പോരായ്മകൾ എന്താണെന്നും ഈ വീഡിയോസിൻ്റെയും എൻ്റെ വോയിസിൻ്റെയും ക്വാളിറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ വിമർശനമായാലും നല്ല സപ്പോർട്ടായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇത് കൂടുതലായിട്ട് ഞങ്ങൾ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങൾ, അവരുടെ യാത്രാ വിവരങ്ങൾ, ഷിപ്പിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഞങ്ങൾ കണ്ട കാഴ്ചകളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളാണ് സെയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കണ്ട കാഴ്ചകൾ, അവരുടെ ജീവിത രീതികൾ, അപ്പോൾ എന്നാൽ അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ചൈനയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു ചെറിയൊരു ദ്വീപാണ്. ഞങ്ങളിപ്പോൾ 29-ാം തീയതി രാത്രി ചൈനയിൽ നിന്ന് വിട്ടതാണ്. ചൈനയിൽ നിന്ന് ഹോങ്കോങ് അവിടെ നിന്ന് വിട്ടതാണ്. ഇപ്പോൾ ഇന്നേക്ക് 7-ാം തീയതിയായി. 7-ാം തീയതി വെച്ച് ഏകദേശം ഓസ്ട്രേലിയൻ്റെ ബോർഡർ ചേർന്നുള്ള ചെറിയ ദ്വീപാണ് ഈ കാണുന്നത്. അവിടെ തന്നെ തൊട്ടടുത്ത് വേറെ ദ്വീപൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ കപ്പൽ എന്താ പറയുക, ഇതാണ് ഞങ്ങളുടെ കപ്പലിൻ്റെ ഫ്രണ്ട് വീഡിയോസ്. നമുക്ക് കപ്പലിൻ്റെ സ്റ്റാർബോർഡ് സൈഡ് നോക്കാം, എങ്ങനെ ഉണ്ടാകും കാഴ്ച നോക്കാം. എന്തായാലും പല പോരായ്മകളും വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, സംസാരിക്കുന്നത്. വീട്ടിൽ നിന്ന് കുറേ ശബ്ദിച്ച് ബഹളം ഉണ്ടാക്കി സംസാരിക്കുക എന്നല്ലാതെ ഈ ഒരു എന്താ പറയുക, ഓൺലൈൻ ചാനൽ തുടങ്ങുക, യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് വലിയ പരിചയമൊന്നുമില്ല. അപ്പം നിങ്ങൾ അതിൻ്റെ പോരായ്മകളായാലും ഗുണങ്ങളായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇവിടെയും ചെറിയൊരു ദ്വീപ് കാണുന്നുണ്ട്. ഈ കാണുന്നത് ലൈഫ് ബോട്ട് എന്ന് പറയും. നമ്മുടെ കപ്പലിൽ അത്യാവശ്യ ഘട്ടത്തിൽ രക്ഷപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടാം. ഈ ലൈഫ് ബോട്ട് എന്നാണ് പറയുക, അതിനെ ചുരുക്കി പറയും. നമ്മുടെ പുറകിൽ ഒരു കപ്പൽ വേറെ ഉണ്ട്. ഇതിന് ഷിപ്പിൻ്റെ പോർട്ട് സൈഡിൽ 1-2 കപ്പൽ വേറെ ഉണ്ട്.